സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും നീ എൻ്റെ, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും തേനിലും തേനിലും യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു ചേർന്ന് പാടാം. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും ഓ യേശു ക്രിസ്തു, ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഇത്രത്തോളം സമയം നമ്മുടെ കർത്താവിനെ നമ്മൾ പാടി മഹത്വപ്പെടുത്തുകയായിരുന്നു. തുടർന്നും കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാധനയാണ്. കർത്താവിനെ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, എൻ്റെ ജീവിത ശൈലിയാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ക്രമീകരിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യം അല്ലേ, രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി ചെയ്യുന്നു. അതിൻ്റെ കൂടെ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് അതിന് ഇന്ന പോലെ ആരാധിക്കണം, കണ്ണുകൾ അടച്ച് ആരാധിക്കാവോ, കരങ്ങളെ ചേർത്തടിച്ച് ആരാധിക്കാവോ, കരങ്ങളെ ഉയർത്തി ആരാധിക്കും, ഇങ്ങനൊന്നും നമ്മൾ നിബന്ധനകൾ വെക്കുന്നൊന്നുമില്ല. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ചിലരോട് പറയണം ഞാൻ അവൻ്റെ ഫാനാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അവരുടെ കഴിവും അവരുടെ സൗന്ദര്യവും അവരുടെ പ്രാപ്തിയും ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഒരാളോട് ഇങ്ങനെ പറയുന്നതിലും ഉപരിയായിട്ട് നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ അങ്ങാണ് എൻ്റെ ആരാധന, അങ്ങാണ് എൻ്റെ ആരാധന പുരുഷൻ. പാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന. നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്, നമുക്കത് പാടി നമ്മുടെ തുടർന്നുള്ള സെക്ഷൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിൽ ആയതിനാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിൻ ആലയമാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിൻ ആലയമാ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗം ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. അങ്ങനെയെങ്കിൽ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ചേർന്ന് പാടാം. എന്റെ ജീവിതമാണെന്റെ ആരാധന, ഞാൻ യേശുവിനായതിന. എന്റെ ജീവിതമാണെന്റെ ആരാധന, ഞാൻ യേശുവിനായതിന. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമായി. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയം. ആരാധ്യന ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഓ ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. സ്വർഗപിതാവിൻ മാറിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാറിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ചെറുപണം. ആരാധ്യന ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഹേ ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ്. ഓ എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല ധൈര്യമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല ധൈര്യമാണ്. ഓ ഇതിലും വിലയേറിയതൊന്നുമില്ലേ എന്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ എന്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ്. ഓ ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധ്യന. ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹം ചേർന്ന് പാടാം. ആരാധ്യന ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ്. കർത്താവിനോട് പറയാം, എന്റെ ജീവിതമാണ്, എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലാണ്. എന്റെ ജീവിതമാണ് എന്റെ, ഞാൻ യേശുവിലായതിനാ. എന്റെ ജീവിത ശൈലിയാണ് ഞാൻ യേശുവിനാലയമായി. എന്റെ ജീവിത ശൈലിയാണ് ആരാധന. ഓ ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യന ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ, ഓ ആരാധ്യന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സ്നേഹിക്കും? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടെന്ന് പറയുന്നത് അത് അമ്മയുടെ സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം,
അമ്മയുടെ സ്നേഹം നമുക്ക് മാറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തിരി പപ്പാമാരിപ്പുണ്ട്. അവർ ചോദിക്കും ഞങ്ങളുടെ സ്നേഹം തന്നെ കുറവാണോ എന്ന് ചോദിക്കും. ഒട്ടുമല്ല. പക്ഷേങ്കിൽ വചനം പറയുന്നത് അല്ലേ, പെറ്റമ്മയുടെ സ്നേഹം അതിന് തുല്യം വെക്കാനൊന്നും. പക്ഷേങ്കിൽ ആ സ്നേഹവും നമ്മളെ മറന്നു പോയാൽ അതൊരിക്കലും മറക്കത്തില്ല. അത് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്കൊന്ന് പാടാം. നമ്മുടെ ഹൃദയത്തിൻ്റെ, എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഹൃദയം തകരുന്നൊരു സമയമുണ്ട്. അതെന്ന് വെച്ചാൽ അത് നമുക്ക് പുറത്ത് അതെങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഹൃദയം തകർന്നു പോകാറുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത് ഈ പെറ്റമ്മയ്ക്ക് പോലും ഇത് മനസ്സിലാകത്തില്ല. നമ്മൾ വെറുതെ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും ചില വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തെ വേദനപ്പെടുത്താറുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഏത് വിഷയത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതെന്ന്, നമ്മൾ എന്തിനാ കരയുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിയിടുമേ. നിങ്ങളതൊന്ന് കണ്ടേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം, കണ്ണുനീരൊഴുക്കുന്ന വിഷയം, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുമ്പോൾ കർത്താവ് കണ്ണീരൊപ്പ് മാത്രമല്ല, കരുണയുടെ കരം നിനക്ക് വേണ്ടി ഇങ്ങനെ നീട്ടുകയാണ്. അതൊന്ന് കണ്ടേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കർത്താവ് തരുന്ന ഉറപ്പാ. കരുണയിൻ കരം നീട്ടിടുമേ, എൻ്റെ കാൽവരി നായകൻ യേശു മതി, എൻ്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എൻ്റെ കാൽവരി നായകൻ യേശു മതി, എൻ്റെ പാപങ്ങൾ. ചേർന്ന് പാടാം. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം. ആത്മാവിൽ അതൊന്ന് കണ്ടേ. കണ്ണുനീരവൻ തുടയ്ക്കും. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ, എൻ്റെ കാൽവരി നായകൻ, എൻ്റെ കാൽവരി നായകൻ യേശു മതി, എൻ്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എൻ്റെ കാൽവരി നായകൻ യേശു മതി, എൻ്റെ. ചേർന്ന് പാടാം. എൻ യേശുവിൻ സന്നിധി, എൻ യേശുവിൻ സന്നിധി എന്നും ഗീതങ്ങൾ. ഓ എൻ യേശുവിൻ സന്നിധി. ഞാൻ പിന്നെ എവിടെ പോയി പാടും? എന്നും ഗീതങ്ങൾ തന്റെ മാധുര്യമേറിടും, തന്റെ മാധുര്യമേറിടും നാമമത് സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും സ്തുതി ഗീതങ്ങൾ. ഓ പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. എൻ്റെ അകത്യങ്ങളൊക്കെയും അവൻ കൃപയാ അതിവേഗം അകറ്റിടുമേ. എൻ്റെ അകത്യങ്ങളൊക്കെയും അതിവേഗം അകറ്റിടും. ആ വരി ഒരിക്കൽ കൊടുത്ത് പാടിയാലോ? പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം.
അകത്യങ്ങളൊക്കെ എൻ്റെ അകത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗം അകറ്റിടുമേ. എൻ്റെ അകത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ. ഈ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ നമ്മുടെ അനുഭവമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തിയാൽ ഒത്തിരി ഉപകാരമായിരിക്കും, നമുക്ക് ഒത്തിരി മനസ്സിലാകും. പ്രത്യേകിച്ച് ഞാനിപ്പം ഇങ്ങോട്ട് പെട്ടെന്ന് വീട്ടിൽ ഇങ്ങോട്ട് തിരിച്ചപ്പം ഞാനുണ്ട്, സാംസനജാനുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയാറുണ്ട്. അവൻ്റെ വാതിൽക്ക് നിന്ന് അവൻ അപ്പ 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഇത് സ്ഥിരമുള്ള വിളിയായതുകൊണ്ട് നമ്മളെന്ത് കൊടുക്കും, കേൾക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്ത സാധനങ്ങൾ എടുത്തു വെക്കുകയും വണ്ടി തിരിച്ചിടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവന് അപ്പ അപ്പ എന്ന് കുറേ നേരം വിളിച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ വലിയ സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഒന്ന് ചിരിച്ച് കാണിക്കും. കാരണം എന്താണ്, അവൻ്റെ അപ്പൻ അവനെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നോട്ടം നമ്മുടെ മേലൊന്ന് വന്നാൽ മാത്രം മതി. ഇന്ന് പകലിൽ നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. അതാ വരി പാടിയത്, പരമൻ വിളി കേട്ടിടുമ്പോൾ. നമ്മൾ കുറേ വിളിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ ഒരു വിളി, അത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു വിളിയായിരിക്കാം. അന്നേരം അപ്പം മോനെ ഒരു നോട്ടം ഒന്ന് നോക്കും. ആ ഒരു വിളി മതി, ആ ഒരു നോട്ടം മാത്രം മതി. കർത്താവിനോടൊന്ന് പറ, കർത്താവേ അങ്ങയുടെ ആ ഒരു നോട്ടം ഒന്ന് മാത്രം മതി എൻ്റെ ജീവിതം ഒന്ന് മാറാൻ. അതാ നമ്മൾ പാടിയത്, പരമൻ വിളി കേട്ടിടുമ്പോ എൻ്റെ ഹൃദയത്തിന് ആനന്ദം, പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി, കർത്താവിനോടൊന്ന് പറ, അപ്പ എന്നെ ഒന്ന് നോക്കണം കർത്താവേ. പരമാനന്ദം, എൻ്റെ അകൃത്യങ്ങളൊക്കെ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗം അകറ്റിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗം അകറ്റിടും. ചേർന്ന് പാടാം, എൻ യേശുവിൻ നീതിയിൽ എന്നും ഗീതം, എന്നും എന്റെ യേശുവിൻ സന്നിധി, എൻ യേശുവിൻ എന്നും ഗീതങ്ങൾ, തന്റെ മാധുര്യമേറിടും നാമം, തന്റെ മാധുര്യം സ്തുതിഗീതങ്ങൾ പാടും ഞാൻ. ഓ തന്റെ മാധുര്യമേറിടും നാമം, സ്തുതിഗീതങ്ങൾ പാടി. തന്റെ മാധുര്യമേറിടും, ചേർന്ന് പറയാം, തന്റെ മാധുര്യമേറിടും സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യം, മാനുഷികമാ കൈകൾ താണു പോകുമ്പോ, മാനുഷികമാ കൈകൾ താണു പോകുമ്പോ, ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ചേർന്ന് പറയുമോ, മാനുഷികമാ കൈകൾ താണു പോകുമ്പോ, മാനുഷികമാ കൈകൾ താണു പോകുമ്പോൾ, ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാം കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താലെല്ലാം
മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. മങ്ങിടാത്ത എത്ര പേർക്ക് ഉറപ്പുണ്ട്? അന്ധകാരത്താലല്ല കണ്ണു മങ്ങുമ്പോ, അന്ധകാരത്താലല്ല, ഓ അന്ധകാരത്താലല്ല, ഓ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. മങ്ങിടാത്ത എൻ മൊഴി കേൾപ്പാ, എൻ മൊഴി കേൾപ്പാ ഭൂമിക്കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാ ഭൂമി. ചേർന്ന് പറയാം, ചെമ്മയായി ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ചെമ്മയായി തുറന്ന കാതുന്നുണ്ട്. മാനുഷികമാ മാനുഷികമാ കൈകൾ, മാനുഷികമാ കൈകൾ, ക്ഷീണിക്കാത്ത കയ്യ്, ക്ഷീണിക്കാത്ത കയ്യുന്നുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കയ്യുന്നുണ്ട്. ഉള്ളിലാകുല ഉള്ളിലാകുല ചിന്തയുള്ള, ഓ ഉള്ളിലാകുല ചിന്ത, ഓ വല്ലവൻ കങ്ങളുണ്ടി കൈ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വല്ലവന്റെ ഉള്ളിലാകുല ചിന്തയുള്ള മധ്യരേ, ഉള്ളിലാകുല ചിന്ത, ഉള്ളിലാകുല ചിന്തയുള്ള മധ്യരേ, വല്ലവന്റെ കങ്ങളുണ്ടി, ഓ വല്ലവന്റെ കങ്ങളുണ്ടി. വിശ്വസിക്കുവാൻ യോഗ്യനായ, വിശ്വസിക്കുവാൻ യോഗ്യനായ, വിശ്വസിക്കുവാൻ യോഗ്യൻ, ഓ വിശ്വസിച്ചുമനുസരിച്ചുന്നാൽ വിശ്വസിച്ചുമനുസരിച്ചു. ചേർന്ന് പാടാം, അന്ധകാരത്താലല്ല കണ്ണുമ, അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താലല്ല മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട്. അന്ധകാരത്താലല്ല കണ്ണുമോ, അന്ധകാരത്താലല്ല, ഓ അന്ധകാരത്താലല്ല ശിവേ, ഓ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട്, ഓ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഇത് പകലിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണ് എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് എത്ര പേർ ഇന്ന് പകലിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? മാനുഷികമായ കാര്യങ്ങളെല്ലാം താണുപോകും, എല്ലാം താണുപോകും. എനിക്ക് സഹായം നീട്ടിത്തരുന്ന കരങ്ങളെല്ലാം താങ്ങിപ്പോകും, അതെല്ലാം ഉപേക്ഷിച്ച് മാറിപ്പോകും. പക്ഷെ അതിൻ്റെ നടുവിലും മാനുഷികമായ എല്ലാ കരങ്ങളും താണുപോയാലും ക്ഷീണിക്കാത്ത ഒരു കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നുണ്ട്. മാനുഷികമായ പല മുഖങ്ങൾ എനിക്ക് നേരെ മുഖം തിരിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ അപ്പൻ അത് തിരിക്കത്തില്ല. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീരൊപ്പാൻ, എൻ്റെ വേദന കണ്ട് മനസ്സലിയുവാൻ, എൻ്റെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ആരും ഇറങ്ങി വന്നില്ലെങ്കിലും, ആരും കരം നീട്ടിയില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകലിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഓ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ മുൻപിൽ സ്തോത്രത്തോടെ വന്നിരിക്കുമ്പോൾ അത് കേട്ട് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. എൻ്റെ കണ്ണുനീരൊപ്പാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥൻ,
തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശു. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഓഹോ തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. എത്ര പേരെന്ന് പകലത് വിശ്വസിക്കുന്നുണ്ട്? നീ ഇന്നിവിടെ ഇരുന്ന് കരയുവാണോ? ക്ഷീണിച്ചോ? തളർന്നോ? നിന്റെ തുരുത്തി നിറയുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് അത് എടുത്ത് അളക്കുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതങ്ങ് വിദൂരമല്ല, ഈ സമീപകാലമാണ്. വിശ്വസിച്ചൊന്ന് പാടാമോ? തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഭവനമാണ് ലാസറിന്റെ ഭവനം. നമുക്കറിയാവുന്ന ഒരു ഭവനമാണ്. കാരണം കർത്താവ് എപ്പോഴും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഭവനമാണ്. കർത്താവ് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു ഭവനമാണ് ലാസറിന്റെ ഭവനം. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. മാർത്ത എപ്പോഴും കർത്താവിന് കടന്നു വരുമ്പോൾ അവിടെ ആഹാര കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി അല്ലേ ഇങ്ങനെ ഓടി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പക്ഷെ മറിയയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറിയ എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും വരുന്നത് നമ്മളെ പോലെ അല്ലേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ലാസർ എന്ത് പറ്റി? അദ്ദേഹത്തിന് അസുഖം വന്ന് മരണപ്പെട്ടു. പക്ഷെ മരിക്കുമ്പോൾ ലാസറിൻ്റെ സ്നേഹിതനായ, നമുക്കറിയാം, നമ്മൾ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ബ്രദർ നമ്മുടെ ഭവനത്തിൽ എപ്പോഴും കാണുമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ, ഒരു വേദന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ. പക്ഷെങ്കിൽ ഇവിടെ കാണുന്ന ഒരു സന്ദർഭം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസറിൻ്റെ ഭവനത്തിൽ ആരും വന്നില്ല. യേശു വന്നില്ല. യേശു വേറെ എവിടെയോ ആയിരുന്നു. ലാസർ കർത്താവ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ചുറ്റുപാടുള്ള മനുഷ്യരെല്ലാം പറയാൻ തുടങ്ങി, എന്തുവായിരുന്നു? കുറേ നല്ല കാലങ്ങളിലൊക്കെ ആരുണ്ടായിരുന്നു? യേശു കൂടെ ഉണ്ടായിരുന്നു. സന്തോഷ നിമിഷങ്ങളെല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് സഹോദരിമാർ തനിച്ചായപ്പോൾ ആരില്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെ അല്ലേ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ പറയാം, കർത്താവേ അങ്ങ് എവിടാണ്? ഒരു സന്തോഷമുള്ളപ്പോഴൊക്കെ നമ്മൾ ദൂത് പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കും. പക്ഷേ ഒരു വേദന വരുമ്പോൾ, നിരാശ വരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ ഹൃദയത്തിൽ തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന ഒരു കാര്യം, മരിച്ച് എത്ര ദിവസമായി? 4 ദിവസമായി. നാറ്റം വെക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്നാമത്തെ ദിവസം ആരും വന്നില്ല, യേശു വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് 1-ാമത്തെ ദിവസമായി പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ? കിട്ടിയില്ല. 2-ാമത്തെ ദിവസമായി മറുപടി കിട്ടിയോ? 3-ാമത്തെ ദിവസമായിട്ടും കിട്ടിയില്ല. 4-ാമത്തെ ദിവസമായപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ്, അടക്കവും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ താണ്ട് ആര് വരുന്നു? യേശു വരുന്നു. നാട്ടുകാരുടെ പ്രതീക്ഷ അസ്തമിച്ചു. ആദ്യം അസ്തമിച്ച ആരുടെ പ്രതീക്ഷയാണ്? യേശുവിൽ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ച നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വചനം വായിക്കാൻ കഴിയുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവ് ആ കല്ലറയുടെ അടുക്കൽ വന്ന് നിന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 4 ദിവസമായി, അന്ന് തിരിച്ചു പോയേക്കാം, ഇനിയൊന്നും നടക്കത്തില്ല. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, എന്തോ പറഞ്ഞേ? ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, എത്ര ദിവസം വൈകിയെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ, അത് നാറ്റം വമിച്ച് നാട്ടുകാർ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം അത് സാധിപ്പിച്ചെടുക്കും. കാരണം ദൈവത്തിൻ്റെ മഹത്വം ദൈവം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, ഒന്നും കാണത്തില്ല. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിലുമുടയവൻ. സ്വന്തമായുള്ളവനോ. കർത്താവിനോടൊന്ന് ഈ പകലിൽ ചോദിച്ചു തുടങ്ങാമോ? ഒന്ന് ചോദിച്ചു തുടങ്ങാമോ? നിനക്ക് ആവശ്യമുള്ളത് എന്താന്ന് കർത്താവിനോടൊന്ന് ചോദിച്ചു. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കത്തില്ല, നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ. പക്ഷെ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പാടി, സ്വന്തമായൊന്നുമേ. കർത്താവിനറിയാം നിനക്കൊന്നുമില്ലെന്നറിയാം.
പക്ഷെ കർത്താവ് പറയും, ഞാൻ സകലത്തിലും സമ്പന്നനാണ്. നീ ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം. കരയുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് കരയുമ്പോൾ ആ നിലവിളി കേൾക്കുന്നത് മനുഷ്യനല്ല, ഈ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് നിന്റെ നിലവിളി കേൾക്കുന്നത്. അതിന് ഉത്തരം തരുന്നത് സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനോടൊന്ന് ചോദിക്കുമോ? സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായി ഉള്ളവനോ എല്ലാറ്റിലും. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, എന്തിനാ കരയുന്നത്? നമ്മുടെ കർത്താവ് സമ്പന്നനാന്ന് പറ. നമ്മുടെ കർത്താവ്, കരം കൊടുത്ത് പറ, നമ്മുടെ കർത്താവ് സമ്പന്നനാന്ന് പറ. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോകുന്നു. കർത്താവിനോട് പറ, കർത്താവ് സ്വന്തമായിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങ് സകലത്തിലും സമ്പന്നനാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇല്ലായ്മകളെ നിറയ്ക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ എല്ലാം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വായ്കളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ഓ കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്നോർ. ഒന്ന് കേട്ടെ, ആരെങ്കിലും ഒക്കെ നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് മാനിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? അപ്പൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി, മാറ്റി നിർത്തിയവന്റെ മുമ്പിലോട്ട് കൊണ്ട് നിർത്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അങ്ങനെ സംഭവിക്കുവാണ്. ആരെങ്കിലും ഒക്കെ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവമാണ്. പലരും മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ അപ്പൻ എന്നെ അവിടുന്ന് അങ്ങ് എടുത്ത് അവനെ നെഞ്ചത്തോട്ട് നിർത്തിയിട്ട് അവനെ മുമ്പോട്ട് കൊണ്ട് നിർത്തിയിട്ട് കാണിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവനെ മാനിക്കുന്നത് ഇങ്ങനാന്ന് ദൈവം തെളിച്ചെങ്കിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോട് പറ, ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തി, എന്നെ എന്ന് പറയാം, ആരെല്ലാം എന്നെ അകറ്റി നെഞ്ചോട് ചേർക്കുന്നു, എന്നെ നെഞ്ചോട് ചേർക്കുന്നു. ഓ കണ്ണീരു വീണ ഒപ്പിയെടുത്ത് തുരുത്തി നിറയുമ്പോൾ അനുഗ്രഹം തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ അതൊന്ന് പാടുമോ? തുരുത്തി നിറയുമ്പോൾ അനുഗ്രഹം കണ്ണാലെ കാണുമോ, കണ്ണാലെ കാണുന്നോ, കണ്ടില്ലെന്നാകിലും കണ്ണാലെ ഓ കാണുന്നോരേശുവൻ, ഓ കാണുന്നോരേശുവൻ കൂടെയുണ്ട്. കണ്ണാലെ കാണുന്നോ, ഓ കണ്ണാലെ കാണുന്നോ, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. നിന്നെ കാണുന്നോരേശുവൻ. നമ്മൾ വാഹനത്തെ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്താറുണ്ട്. കൊണ്ട് നിർത്തുമ്പോൾ ഈ നാടോടികളായ സ്ത്രീകൾ അവർ ചില സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിക്കടിയിൽ വരും. ചിലപ്പോൾ പൈസ ക്യാഷ് മേടിക്കാൻ വേണ്ടി വരുന്നതാണ്. പെട്ടെന്ന് എന്തെടുക്കുമെന്നറിയാമോ? ഈ ചിലവരൊക്കെ എന്തെടുക്കും, ഇവർ വരുന്നത് കാണുമ്പോഴേ ചില്ല് കയറ്റി അങ്ങ് ഇടും, അടച്ച് അവർ AC റൂമിനകത്ത് ഇങ്ങനെ
ഈ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഇവർ പോകുന്നൊന്നും ഇവർ വന്ന് കുറേ നേരമൊക്കെ മുട്ടും, പക്ഷെ അവർ നോക്കത്തില്ല. അവർ സ്റ്റിയറിങ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇവർ പോകുമ്പോൾ ഇങ്ങനെ പോകും. കുഞ്ഞെ, അവരോടും പറയാനുള്ളൊരു കാര്യം, നിന്നെ കണ്ടിട്ട് കാണാതെ പോകുന്നുണ്ടായിരിക്കും പലരും, പക്ഷെ നിന്നെ നിർമ്മിച്ച് ഇവിടെ വിട്ട കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കാണുന്നുണ്ട് കേട്ടോ. ഈ പൊരിവെയിലത്ത് കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ നിന്നെ കാണുന്നുണ്ട്. ഈ ലോകത്തിലെ എത്ര ചെറിയവനാണേലും എത്ര വലിയവനാണേലും കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഒരേപോലെയാണ്. വിശ്വാസത്തോടൊന്ന് പറയാമോ? കണ്ണാലെ കാണുന്നവർ കാണാതെ പലപ്പോഴും മാറിപ്പോയപ്പോഴും എന്നെ കണ്ട 2 കണ്ണുകളുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിലും ഉറപ്പോടൊന്ന് പറയാമോ? ഓ, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നോരേശുവൻ. ചേർന്ന് പാടാം. കണ്ണീരു വീണാൽ, കണ്ണീരു വീണാൽ ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, തുരുത്തി നിറയുമ്പോ അടഞ്ഞെടുത്ത് ഓ അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹം. ഒരു നിമിഷം എല്ലാവർക്കും മതസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് പാടാം. ഓ, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാൽ, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്നോരേ. എന്റെ കണ്ണുനീര് കാണുന്ന കർത്താവ്. ഓ, കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, ഓ, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹം. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാൻ എൻ്റെ വേദനകൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ കണ്ടിട്ടും കാണാതെ പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ പോലും ചെയ്യാത്ത കുറ്റത്തിന് പലരും മാറ്റി നിർത്തിയിട്ടുണ്ട്, മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പല പേരുകളും പറഞ്ഞ് കളിയാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ യോസഫിനോട് പറയുന്നത് പോലെ, യോസഫേ, നീ വലിയ സ്വപ്നക്കാരനാണല്ലോ. പറഞ്ഞു നടന്നായിരുന്നു. ദൈവം എന്നെ സ്വപ്നം കാണിച്ചു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നു. സഹോദരന്മാരുടെ കറ്റ എൻ്റെ കറ്റയെ വണങ്ങുന്നു. ഭയങ്കരമായിരുന്നു. ദൈവം അത്ഭുത പ്രവർത്തി ചെയ്യും, ദൈവം വിടുവിക്കും, അങ്ങനെ ഭയങ്കര എന്തൊക്കെയാ കാണണമായിരുന്നു. പക്ഷെങ്കിൽ ഈ പറഞ്ഞ യോസഫ് ഇപ്പം എവിടാ കിടക്കുന്നത്? യോസഫ് കിടക്കുന്നത് പൊട്ടക്കിണറ്റില്ല. യോസഫേ, നീ ഇപ്പം എവിടാ കിടക്കുന്നത്? പോത്തിഫറിന്റെ ഭവനത്തില. നീ ഇപ്പം എവിടാ കിടക്കുന്നത്? ഞാനിപ്പം കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. യോസഫേ, ഇതൊക്കെ നിന്നോട് പറഞ്ഞ ഈ ദൂതുകളൊക്കെ ദൈവം നിന്നോട് പറഞ്ഞപ്പോൾ നിന്നെ പൊട്ടക്കിണറും പോത്തിഫറിന്റെ ഭവനവും ജയിലറയൊന്നും യോസഫേ നിന്നെ ദൈവം കാണിച്ചില്ലല്ലോ. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ രാജസ്ഥാനത്ത് കൊണ്ടെത്തിക്കണമെങ്കിൽ നീ ഈ ഒരു കടമ്പ കടന്നേ മതിയാകത്തുള്ളൂ. സ്വപ്നം കാണിച്ചത് ഞാനാ, ശരിയാണ്. നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞത് ഞാനാ, ശരിയാണ്. പക്ഷെ പൊട്ടക്കിണറും പോത്തിഫറിന്റെ ഭവനവും ജയിലറയും നിനക്ക് വിധിച്ചതാണെങ്കിലും ഒരു രാജസ്ഥാനവും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ തളർന്ന മനസ്സുകളെല്ലാം മാറട്ടെ, മുറിവുകളെല്ലാം ഉണങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, മാറ്റി നിർത്തുന്നവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം
നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, എന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ഇസ്രായേലിന്റെ പരിപാലകനാണ്. അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. യഹോവ എന്റെ പരിപാലകൻ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയരേ വേണം. മരണം വരെ അവസാനത്തോളം നിൽക്കാമെന്ന് പറഞ്ഞ പലരും നിന്റെ കൂടെയില്ല. അവർ വാക്ക് മാറ്റി പറഞ്ഞു, അവരുപേക്ഷിച്ചു. കരം തന്നവർ പലരും കൈയൊഴിഞ്ഞു. പലരുടെ മുമ്പിൽ നിന്ന് വാക്ക് തന്നവർ വാക്ക് മാറ്റി പറഞ്ഞു. പക്ഷെ യേശുവിനോട് പറയാം, അപ്പ എനിക്കങ്ങ് വേണം കർത്താവേ. ജീവിതത്തിൽ ഞാൻ വാക്ക് മാറ്റിയിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് യേശുവേ. പക്ഷെ അങ്ങില്ലാതെ എൻ്റെ ഒരു ജീവിതം പറ്റത്തില്ല കർത്താവേ. ജീവിതത്തിൽ എത്ര അനുഗ്രഹം ലഭിച്ചാലും, എത്ര ഉയർന്നാലും, ഞാൻ എത്ര മാനിക്കപ്പെട്ടാലും അപ്പാ, അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ വേണം. കാരണം ഞാൻ നേടിയെടുക്കുന്നതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകുന്നതാ. മറിച്ച് എനിക്കൊരു നിത്യത, എനിക്കൊരു അവകാശമാക്കണം അപ്പാ. എന്നേശുവേ അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്ക് പ്രിയനേ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. ആ കരങ്ങൾ ഉയർത്തി പറയാം, യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, ഓരോ നിമിഷവും. ഉള്ളം കാലങ്ങും നേരത്ത് ഉള്ളതുപോ അറിഞ്ഞിടും, ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ. ഉള്ളം കാലങ്ങും നേരത്ത്, ഉള്ളം കാലം ഉള്ളതുപോ ഞാൻ എന്താകുമോ അതുപോലെ തന്നെ, ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ. ചേർന്ന് വിളിക്കാം, യേശു വേണം. ഓ യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. ഓഹോ വേണം, യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശുവിൽ ജീവിച്ചാൽ മതി, യേശുവിൽ ജീവിച്ചാൽ മതി. താതന്റെ വാത്സല്യം
മതി. മൃത്യു വന്നാൽ ഭാഗ്യമേ, നിത്യതയിൽ ബോധമേ, യേശുവിൽ ജീവിച്ചാൽ താതന്റെ വാത്സല്യം. മൃത്യു വന്നാൽ ഭാഗ്യമേ, നിത്യതയിൽ മോദമേ. യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, എൻ ജീവിതത്തിൽ യേശു വേണം. ഓരോ നിമിഷവും യേശു വേണം. എൻ്റെ അന്ത്യം വരെ, എൻ്റെ അന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം. ഓരോ നിമിഷവും യേശു വേണം. എന്നന്ത്യം വരെ പ്രിയനേ വേണം. ഇന്ന് പകലിൽ ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായി യേശു വേണം എൻ്റെ ജീവിതത്തിൽ. പ്രാർത്ഥിച്ച് ഒത്തിരി നന്മകൾ നേടിയെടുക്കുന്നതിലല്ല, ഇവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ എനിക്ക് ജീവിക്കണം കർത്താവേ. ഞാൻ ഇവിടെ എന്തെല്ലാം സ്വന്തമാക്കിയാൽ ആ നിത്യത എനിക്ക് നഷ്ടമാകരുത്, ആ നിത്യത എനിക്ക് നഷ്ടമാകരുത് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നന്മകൾ അതേ അനേകം നേടിയെടുത്തതിന് ശേഷം എൻ്റെ ജീവിതം ഞാൻ നഷ്ടമാക്കി കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പാടാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. വളരെ അനുഗ്രഹീതമായ പാട്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ അകത്താ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എൻ്റെ നീക്കി എൻ്റെ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ, ഓ പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസം. ഓ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ, ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസം. ശോഭയേറും വീടെനിക്കൊരു കൈകളാക്കി കാത്ത വിദ്യ പാർപ്പിടം. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ചേർന്ന് പാടാം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി. അന്നു തീരുമെന്റെ കഷ്ടം, ഓ അന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലെ. അന്നു മാറുമെന്റെ ദുഃഖം, അന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലെ. അന്നു മാറുമെന്റെ ദുഃഖം, അന്നു തന്നെ ശുദ്ധരൊത്ത്, അന്നു തന്നെ ശുദ്ധരൊത്ത് പാടിയാക്കുമേ, അന്നു തന്നെ ശുദ്ധരൊത്ത് പാടിയാക്കുമേ. എന്നെനിക്ക് സാധ്യമോ
യേശുവോട് ചേർന്നിരിപ്പത്, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ നല്ലവനെ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ എന്നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടൂ. ഹേയ് നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ എന്നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടൂ. ഓ തുല്യമില്ല മോദത്തോടു വീണകരന്തി, തുല്യമില്ല മോദത്തോടു വീണകരന്തി, ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി യേശുവോട് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ആശ തന്നോടെന്നുമെന്നിൽ, ഓ ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുമ്പേ, ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുമ്പേ, ആശു തന്റെ കൂടെ വാഴ, ഓ ആശു തന്റെ കൂടെ വാഴ. യേശുവോട് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കും. യേശുവോട് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കും. ഉറപ്പോടൊന്ന് പറയുമോ? യേശുവോട് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി. അന്നു തീരും എന്റെ കഷ്ടം, അന്നു തീരും എന്റെ കഷ്ടമിന്നി, ഓ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം. അന്നു തീരും എന്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം. അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാട്ടുമേ, ഓ എന്നെനിക്കു സാധ്യമോ മകൻ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൻ സമ്മേളനം. ഹേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന. യേശുവോട് യേശുവോട് ഓ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ സമയങ്ങളിലൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഉറപ്പാണ് നമുക്ക് ദൈവം തരുന്നത്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു ആനന്ദമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ്. മുമ്പേ പറഞ്ഞതുപോലെ വാക്ക് പലരും തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അവരെല്ലാ വാക്ക് മാറിയപ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തവും ദൈവം എന്നെ കാണിച്ച സ്വപ്നങ്ങൾക്കും ഒരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. അതെൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ചേർന്ന് വിളിക്കാം ഈ ദൈവം, ഈ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം, ഈ ദൈവം, ഓ എന്നെ കരുതുന്നവൻ കാക്കുന്നവൻ, കരുതുന്നവൻ
നാഥനാണ് ഈ ദൈവം. എന്നെ പോറ്റുന്നവൻ, ഹല്ലേലൂയ. പോറ്റുന്നവൻ, പാലിക്കുന്നോ പാലിക്കുന്നോ പോറ്റുന്നവൻ, പാലിക്കുന്നോ ഈ ദൈവം, എൻ്റെ ദൈവം, ഈ ദൈവം, ഈ ദൈവം, ഈ ദൈവം, ഓ ഈ താതൻ എൻ്റെ താതൻ. ചേർന്ന് പാടാം, ഈ ദൈവം എൻ്റെ ദൈവം, ഓ ഈ ദൈവം, ഓ ഈ താതൻ. അക്കരങ്ങളെല്ലാം ഉയർത്തി ശക്തിയോടെ ചേർന്ന് പാടാം, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം, ഈ താതൻ. സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതര ജാലന്മാരെ വരിക്കുമോ ഈ